നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോളയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹം 1491 സ്പെയിനിൽ ജനിച്ചു. ഏറെ ധൈര്യവാനായിരുന്നു അദ്ദേഹം. വലിയ വീട്, ധാരാളം പണം, നല്ല വസ്ത്രങ്ങൾ, കുതിരകളെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഒരു വലിയ യോദ്ധാവാകും. രാജാവിന്റെ സൈന്യത്തിൽ ചേർന്നാൽ എല്ലാവരും എന്നെ പ്രശംസിക്കും. അങ്ങനെ ഇഗ്നേഷ്യസ് ഒരു സൈനികനായി. ഒരിക്കൽ ഒരു യുദ്ധത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കാലിൽ മാരകമായി പരിക്കേറ്റു. ഏറെ ദിവസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ബോറടിച്ചു. അവിടെ പുണ്യാത്മാക്കളുടെയും യേശുക്രിസ്തുവിന്റെയും ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഗ്നേഷ്യസ് അതൊക്കെ വായിച്ചു. അപ്പോൾ അവൻ ചിന്തിച്ചു, എന്റെ ജീവിതം യുദ്ധം ചെയ്യാനുള്ളതല്ല, ദൈവത്തെ സേവിക്കാനുള്ളതാണ്. അങ്ങനെ ഇഗ്നേഷ്യസ് തന്റെ ബാക്കിയുള്ള ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ തീരുമാനിച്ചു. കുറെ നേരം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. തന്റെ അനുഭവങ്ങൾ സ്പിരിച്വൽ എക്സസൈസ് എന്ന ബുക്കിൽ എഴുതി. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം പാരീസിൽ പഠിച്ചു. അവിടെ ചില സുഹൃത്തുക്കളുമായി 1534 ഒരു സന്യാസി കേന്ദ്രം സ്ഥാപിച്ചു. അതാണ് സൊസൈറ്റി ഓഫ് ജീസസ് ജസ്യൂട്ട് സംഘം. ഇവർ ദൈവത്തെ സേവിക്കൽ, വിദ്യാഭ്യാസം നൽകൽ, ദരിദ്രർക്കൊപ്പം ജീവിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവസാനം 1556 അദ്ദേഹം മരിച്ചു. പോൾ അഞ്ചാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1622 മാർച്ച് 12 ഗ്രിഗേറിയൻ 15 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. നാം എല്ലാവരും ജൂലൈ 31 അദ്ദേഹത്തെ ഓർക്കുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ ജീവിതം മാറ്റാം. പഠനവും പ്രാർത്ഥനയും വലിയ ശക്തിയാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ സേവനം. നന്ദി.